ഏതൊരു വ്യക്തിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇനി വരാൻ പോകുന്ന ഈ ഒരു മേഖലയിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഈ ഒരു നല്ല അവസരത്തിലേക്ക് റമീസ സ്ക്രീൻ ഓഫ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. എനിവേ, റമീസ് സാറ് പറഞ്ഞതുപോലെ ലോകത്ത് തരംഗമാവാൻ പോകുന്ന, കൃത്യമായി പറഞ്ഞാൽ വൺ വിഷൻ വൺ എക്കോസിസ്റ്റം, ലോകത്തിലേക്ക് ആളുകൾക്ക് കൃത്യമായ യൂട്ടിലിറ്റിയോടുകൂടി, ചുരുക്കി പറഞ്ഞാൽ വരും വർഷങ്ങളിൽ നമുക്ക് ടു ഇസഡ് കാര്യങ്ങളും ലോകത്ത് വാങ്ങാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകാൻ പോകുന്ന സെറ ടോക്കൺ, ഏകദേശം ഒരു വർഷം അത് പൂർത്തിയാവാൻ പോവുകയാണ്. സെറ ടോക്കണെ നെഞ്ചോട് ചേർത്ത ആളുകളെല്ലാം ഇന്ന് അതിന്റെ ആ ഒരു എൻജോയ്മെന്റ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു ടോക്കൺ ലോകത്തിലേക്ക് ഇത്ര ഹൈപ്പായിട്ട് എത്തി, അതുപോലെ തന്നെ ആളുകൾ ഇതിനെ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃത്യമായ എക്കോസിസ്റ്റം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ കൃത്യമായി 11 എക്കോസിസ്റ്റം അതിന്റെ 12ാമത്തെ വർക്കിങ്ങിലാണ്. എക്കോസിസ്റ്റം ഇന്ന് മാർക്കറ്റിൽ ലൈവാണ്. ഇനി ഫ്യൂച്ചറിലത്തേക്ക് എത്ര എക്കോസിസ്റ്റം വരുമെന്ന് നമ്മളുടെ ക്രിയേറ്ററിനോട് ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ ഇടവന്നപ്പോൾ അദ്ദേഹം അതിന് തന്ന മറുപടി 200-ലധികം, അതൊരു അതിശോക്തിയോട് മാത്രം പറഞ്ഞല്ല, 200-ലധികം എക്കോസിസ്റ്റംസ് ആണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. പുതുതായിട്ട് വന്ന ബിഗിനേഴ്സിന് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ എക്കോസിസ്റ്റം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യൂട്ടിലിറ്റി. മാർക്കറ്റിൽ നമുക്കറിയാം ഓരോ രാജ്യങ്ങളും അവരുടേതായ കറൻസി ഉപയോഗിച്ച് അവരുടേതായ കൺട്രികളിൽ പല പല കാര്യങ്ങൾ ആ കറൻസി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യാന്, നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്. എന്നാൽ ഇവിടെ ക്രിപ്റ്റോ കറൻസി ലോകത്തേക്ക്, ഡിജിറ്റൽ കറൻസി ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലോകത്ത് എവിടെ പോയാലും ഒരേ മൂല്യത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ഈ ഒരു ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഇന്ന് സെറ ടോക്കൺ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഹൈപ്പ് ആവാനുള്ള ഏക കാരണം ഇതിന്റെ യൂട്ടിലിറ്റികളാണ്. അതായത് റമീസ് സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ലോക്കിംഗ് പ്രോസസ്സിലൂടെ സെറ പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ സെറ ടോക്കൺ. എന്തുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു? പലർക്കും ഉള്ളൊരു ചോദ്യമാണ്. അതായത് 2,10,00,000 സെറ ടോക്കൺ ലോകത്തെ ജനതയിലേക്ക് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായി ഫ്രീ എയർ ഡ്രോപ്പ് ആയി കൊടുക്കുന്നതിലൂടെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും സെറ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ സ്വീകരിക്കുന്ന, സെറയെ മനസ്സിലാക്കുന്ന ആളുകൾ അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ ഈ സെറ വാങ്ങിച്ച് ലോക്ക് ചെയ്യുക, ഇതിന്റെ എയർ ഡ്രോപ്പ് ഫെസിലിറ്റി ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുക. നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയം അത്രത്തോളം കാലം നമുക്ക് ഈ എയർ ഡ്രോപ്പ് ലഭിക്കുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറയുടെ അറ്റ് പ്രസന്റ് ലൈവ് ആയിട്ടുള്ള വളരെ എന്താ പറയാ 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറയുടെ എക്കോസിസ്റ്റംസിനെ പറ്റിയാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പുതുതായിട്ട് വന്ന മെമ്പേഴ്സിന് സെറ എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എനിവേ, ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ സംസാരിച്ചതുപോലെ സെറയ്ക്ക് കൃത്യമായ യൂട്ടിലിറ്റി ഉണ്ട്. അതിൽ എടുത്തു പറയത്തക്ക 1-2 എക്കോസിസ്റ്റംസ് ആണ്. നോർമലി നമ്മൾ എല്ലാ സൂമിലും ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് ഞാനൊന്ന് ഓടിച്ച് നിങ്ങളോട് പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സെറ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്ലോബൽ റെമിറ്റൻസ് ആണ്. അതായത് സെറ കൈവശമുള്ള ഒരു വ്യക്തിക്ക് ഏത് രാജ്യത്തെ കറൻസിയിലേക്കും ആ പണമിടപാട് നടത്താനുള്ള ഒരു ഗ്ലോബൽ റെമിറ്റൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെറ. അതുപോലെ തന്നെ ഈ വാലറ്റ് ഫെസിലിറ്റികൾ വഴി റബീ സാർ പറഞ്ഞതുപോലെ എയർ ഡ്രോപ്പ് ആയിട്ടും മാച്ചിങ് ഇൻകം ആയിട്ടും അതുപോലെ തന്നെ റാങ്ക് ഇൻകം ആയിട്ടും നമുക്ക് ലഭിക്കുന്ന സെറ നമുക്ക് ഇ വാലറ്റ് ഫെസിലിറ്റി, അതായത് പേപാൽ പോലെയുള്ള ഗോപേ പോലെയുള്ള ഇ വാലറ്റ് ഫെസിലിറ്റികൾ വഴി നമുക്കൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ സെറയ്ക്ക് ഇന്ന് പോസിബിൾ ആണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ടും വിസ മാസ്റ്റർ കാർഡ് ഫെസിലിറ്റി, ഇത് വെർച്വലിയും അതുപോലെ തന്നെ ഫിസിക്കൽ കാർഡായിട്ടും ഇന്ന് ഒരുപാട് പേര് അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫെസിലിറ്റി സെറ നമുക്ക് തുറന്നു നൽകുന്നുണ്ട്. ലോകത്ത് എവിടെ പോയാലും ഈ ഒരു ഫിസിക്കൽ കാർഡും വെർച്വൽ കാർഡും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, വെർച്വൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ രാജ്യത്തെ, എനിവേ ഞാൻ ഇവിടെ പറഞ്ഞത് ഗ്ലോബൽ റെമിറ്റൻസിനെ പറ്റി സംസാരിച്ചു, ഇ വാലറ്റ് ഫെസിലിറ്റികളെ പറ്റി സംസാരിച്ചു. സെറയുടെ 3ാമത്തെ എക്കോസിസ്റ്റം ആയിട്ടുള്ള വിസ മാസ്റ്റർ കാർഡ് ഫെസിലിറ്റി. നമ്മളൊരു പെട്രോൾ പമ്പിലേക്ക് പോയാലോ അല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലോ അതുപോലെ തന്നെ നമ്മൾ എന്ത് തരം പർച്ചേസുകൾക്ക് നമ്മൾ മുൻപോട്ട് പോയാലോ ഇവിടെ സെറയുടെ വിസ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ സ്വൈപ്പ് മെഷീനുകളിലും നമുക്ക് സെറ വിസ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം സെറ നമുക്ക് തുറന്നു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ മർച്ചന്റ്സ്, നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ബർഗർ കിങ് പോലെയുള്ള
നമ്മുടെ ട്രാവൽ പ്ലാറ്റ്ഫോമുകൾ അടക്കം സീ ട്രിപ്പ് പോലുള്ള ട്രാവൽ പ്ലാറ്റ്ഫോമുകളിൽ സെറയുടെ ഫിസിക്കൽ കാർഡ് അല്ലെങ്കിൽ വെർച്വൽ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഗ്ലോബൽ മർച്ചന്റ്സുമായിട്ട് കണക്ട് ചെയ്ത് ആ ഫെസിലിറ്റികൾ യൂസ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഒരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എടുത്തു പറയത്തക്ക 3 എക്കോസിസ്റ്റംസ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച സെറയിലേക്ക് ഒരുപാട് ആളുകൾ കണക്ട് ചെയ്ത് വരുന്ന 3 എക്കോസിസ്റ്റംസ് ആണ്. ഒന്ന് VIP ലോഞ്ച്. നമുക്കറിയാം പല ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിനും ഇന്ന് VIP ലോഞ്ച് എന്ന് പറയുന്ന ഫെസിലിറ്റി ലഭ്യമല്ല. പല ബാങ്കുകളും അത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് സെറ പ്രൊജക്റ്റില് ഒരു $3000 സെറ ലോക്ക് ചെയ്ത് കടന്നു വരുന്ന ആളുകൾക്ക് നമുക്കറിയാം റമീസ് സാറ് പറഞ്ഞതുപോലെ അവിടെ നമുക്ക് എയർ ഡ്രോപ്പ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ സെറയുടെ എക്കോസിസ്റ്റം ആയിട്ടുള്ള VIP ലോഞ്ച് നമുക്ക് ഇവിടെ അത് എൻജോയ് ചെയ്യാൻ ഇവിടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് സെറയുടെ VIP ലോഞ്ച് ഫെസിലിറ്റി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2000-ലധികം എയർപോർട്ടുകളിൽ ഓൺലി നമ്മളുടെ കൈവശമുള്ള എക്സ്പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് $3000 ലോക്ക് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഏത് എയർപോർട്ടിലും നമുക്ക് ഈ പറയുന്ന VIP ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫെസിലിറ്റി ഇന്ന് ലോകത്തുള്ള സെറ ഹോൾഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെറ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന്റെ മഹത്വം അറിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സെറയുടെ യൂട്ടിലിറ്റി കൃത്യമായിട്ട് നമ്മൾ ഏത് ഇന്റർനാഷണൽ ട്രിപ്പിന് പോയാലും ഒരു 48 അവേഴ്സ് മുമ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എക്സ്പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു VIP ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് സെറയുടെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു എക്കോസിസ്റ്റം ആണ് സെറയുടെ മർച്ചന്റ് ഓഫ്ലൈൻ മർച്ചന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നിങ്ങളെ കണക്ട് ചെയ്ത വ്യക്തികളോട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ റമീസ് സാർ പറഞ്ഞു സെറ ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ എയർ ഡ്രോപ്പ് ലഭിക്കുന്നു. 2029 ജാനുവരി വരെ 2,10,00,000 സെറ ടോക്കൺ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് വരെയാണ് നമുക്ക് ഈ ഒരു ഫ്രീ എയർ ഡ്രോപ്പ് ഫെസിലിറ്റി ലഭിക്കുക. അതോടുകൂടി സെറ പ്രൊജക്ട് എൻഡ് ആവുന്നില്ല. ഇവിടെ സെറ ലഭിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഡെയിലി ഒരു എക്സ് റിവാർഡ്, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എക്സ് പോയിന്റ് നമുക്ക് സെറ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം ടോക്കൺ പോക്കറ്റിൽ ലോക്ക് ചെയ്തതിന്റെ മുകളിലായിട്ട് എക്സ് എന്ന വാല്യൂവിൽ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ലഭിക്കുന്ന എക്സ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് $1 is equal to 1 എക്സ് പോയിന്റ്. ഇത് നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് നമ്മളുടെ എക്കോസിസ്റ്റം ആയിട്ടുള്ള VIP ലോഞ്ചിലും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെർച്ചന്റ് ഓപ്ഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു സാധാരണ വ്യക്തിക്ക് ഈ എക്സ് പോയിന്റ് മെർച്ചന്റ് ഓപ്ഷനിൽ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, ഒരു വ്യക്തി സെറ ലോക്ക് ചെയ്താൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ഇവിടെ എക്സ് പോയിന്റ് ലഭിക്കുന്നു. ഈ എക്സ് പോയിന്റ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വാലറ്റ് ഓപ്പൺ ചെയ്ത് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ സേഫ് വാൽ ഓപ്പൺ ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോൾ അവിടെ മെർച്ചന്റ് ഓപ്ഷനിൽ ലൊക്കേഷൻ ഇനേബിൾ ആണെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്താൽ നമ്മളുടെ നിയർ ബൈ ആയിട്ട് സെറ കണക്ട് ചെയ്തിരിക്കുന്ന സെറ അക്സെപ്റ്റ് ചെയ്യുന്ന മെർച്ചന്റ് പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെ നിയർ ബൈ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഷോപ്പിലേക്ക് നിങ്ങൾ ചെല്ലുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോൺ ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുക സെറയുടെ. അവിടേക്ക് പോകാനായിട്ട് നമുക്ക് ആ കടയെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കടയുടെ ലൊക്കേഷൻ അടക്കം ഈ ഒരു സൗത്ത് കൊറിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഡി ആപ്പില് അവരത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നമുക്ക് ആ ഷോപ്പിൽ ചെല്ലാം. അവിടെ നിങ്ങൾക്ക് സെറയുടെ QR കോഡ് വിസിബിൾ ആണ്. നമ്മൾ നോർമലി ഫോൺ പേയുടെയും ഗൂഗിൾ പേയുടെ ഒക്കെ QR കോഡിൽ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നത് പോലെ അവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ഈ QR കോഡിൽ നമ്മളിപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് ₹1,00,000 ഒരു ഫോണാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. ആ കടക്കാരൻ മെർച്ചന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തപ്പോൾ സെറ കസ്റ്റമേഴ്സിന് ഒരു 30% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ₹1,00,000 ഫോണിന് വേണ്ടിയിട്ട് നമ്മുടെ ടോക്കൺ പോക്കറ്റ് വഴി അതിനെ സ്കാൻ ചെയ്യുമ്പോൾ 30% ഡിഡക്ഷന് പകരം നമുക്ക് കൊടുക്കേണ്ടി വരിക നമ്മളുടെ കൈവശമുള്ള എക്സ് പോയിന്റ് ആണ്. റിമൈനിങ് 70% നമുക്ക് ക്യാഷ് ത്രൂ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അവർക്ക് എക്സ് പോയിന്റ് ആയിട്ട് തന്നെ മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് പേ ചെയ്യാം കടക്കാരന്റെ ആവശ്യാനുസരണം. ഇവിടെ 3 കാറ്റഗറിക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുക. 1, കടക്കാരന് ഇതുകൊണ്ട് മെച്ചമുണ്ട്. 2, കസ്റ്റമേഴ്സിന് ഇതുകൊണ്ട് മെച്ചമുണ്ട്. 3, ഈ കടയെ സെറയുമായിട്ട് കണക്ട് ചെയ്ത ആ വ്യക്തിക്ക് ഇതുകൊണ്ട് മെച്ചമുണ്ട്. ഒരു കടക്കാരനെ സംബന്ധിച്ച് ഒരു മെർച്ചന്റ് ആവാനായിട്ട് അദ്ദേഹത്തിന് വേണ്ട ആകെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് ഒരു 0.1 BNB ആണ്. ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ ഏകദേശം 5,500-6,000 രൂപ. ഈ ഒരു മുതൽ മുടക്ക് എന്ന് പറയുന്നത് 1 ടൈം ആണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു മുതൽ മുടക്കിലൂടെ അദ്ദേഹം ലോകത്ത് ക്രിപ്റ്റോ ചെയ്യുന്ന ആളുകളെ
അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് ടൈമിൽ, അതായത് ലൈഫ് ലോങ് അദ്ദേഹത്തിന് സെറയുടെ മർച്ചന്റ് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കും. കൂടാതെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന എക്സ്പോയിന്റ് ലോകത്തിന്റെ എവിടെയുള്ള മർച്ചന്റ് പ്ലാറ്റ്ഫോമുകളിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ ബൈ ചെയ്യാം. എനിക്കും കേരളത്തിലെ ഒരു 34 മെമ്പേഴ്സിന് ലഭിച്ചൊരു ഭാഗ്യമാണ് സെറയുടെ മലേഷ്യൻ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ കഴിഞ്ഞ 15-നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്, 19-നാണ് റിട്ടേൺ വന്നത്. ഈ ഒരു 4 ദിവസം നമ്മൾ മലേഷ്യയിലെ കോലാലംപൂർ കേന്ദ്രീകരിച്ച് താമസിച്ചപ്പോൾ ഏകദേശം 25-30ഓളം മർച്ചന്റുകൾ നമുക്ക് അവിടെ വിസിബിൾ ആയി. അതിൽ 2-3 മർച്ചന്റുകളിൽ നമുക്ക് സന്ദർശിക്കാനും അവിടെ നിന്ന് ഫ്രീ ആയിട്ട് എക്സ്പോയിന്റ് കൊടുക്കാനും സാധിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ഒരു ടീം മലേഷ്യയിൽ ചെന്ന് അവിടുത്തെ മർച്ചന്റിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവിടുത്തെ ഡിസ്കൗണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു. മർച്ചന്റിനെ സംബന്ധിച്ച് ആ കടയിലേക്ക് കച്ചവടം ലഭിച്ചു. ഇനി ഈ കട കണക്ട് ചെയ്ത ഒരു വ്യക്തി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളുടെ പരിചയത്തിലുള്ള ഷോപ്പുകൾ, നമുക്കറിയാവുന്ന സെറയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മർച്ചന്റുകൾ നമ്മൾ കണക്ട് ചെയ്താൽ ആ കടക്കാരന് മെച്ചമാണ്, ലോകത്തുള്ള എല്ലാ സെറ മെമ്പേഴ്സിനും അത് മെച്ചമാണ്. കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ മെച്ചം ആ കണക്ട് ചെയ്യുന്ന വ്യക്തിക്കാണ്. അത്തരത്തിൽ കണക്ട് ചെയ്യുന്നതിലൂടെ ആ കടയിൽ എന്ത് കച്ചവടം നടന്നാലും അവിടെ ലഭിക്കുന്ന എക്സ്പോയിന്റിന്റെ ടോട്ടലി കിട്ടുന്ന ലൈഫ് ലോങ് കിട്ടുന്ന എക്സ്പോയിന്റിന്റെ 7% അത് റെഫർ ചെയ്ത വ്യക്തിക്ക് ഇവിടെ സെറ കമ്പനി അല്ലെങ്കിൽ സെറ പ്രൊജക്ടിന്റെ വരുമാനമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. വളരെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മലേഷ്യൻ ട്രിപ്പില് ഏകദേശം 25 ലാഖിന്റെ പർച്ചേസ് ആണ് സെറ കസ്റ്റമേഴ്സ് നടത്തിയത്. എന്തുകൊണ്ട് അത്രയും പർച്ചേസ് ഈ ഷോപ്പുകളിൽ നടത്തിയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എക്സ്പോയിന്റ് റെഡീം ചെയ്യാൻ സാധിച്ചു. ഇത്തരത്തിൽ എക്സ്പോയിന്റ് റെഡീം ചെയ്തപ്പോൾ ആ കട കണക്ട് ചെയ്ത, ഞങ്ങൾ സന്ദർശിച്ച 3 കടയും കണക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ആ ഒരു പർച്ചേസിങ്ങിലൂടെ മാത്രം അറൌണ്ട് ഒരു 10 to 20 സെറ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഇതൊരു വലിയൊരു സാധ്യതയാണ്. നമുക്കിവിടെ അധികമായി വരുമാനം വാങ്ങാൻ, എയർ ഡ്രോപ്പ് കൂടാതെ അധികമായി വരുമാനം വാങ്ങാൻ ഫ്യൂച്ചറിൽ നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു എക്കോസിസ്റ്റം. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിലൂടെ അന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എക്സ്പോയിന്റ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പോട്ടെ, ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ എങ്ങനെ എക്സ്പോയിന്റ് വെച്ച് പർച്ചേസ് ചെയ്യാൻ? ഓക്കെ, താങ്ക് യു. എനിവേ, ഇതേപോലെ ലോകത്തിന്റെ ഏത് വശത്തും സെറയുടെ മർച്ചന്റ് ഷോപ്പുകൾ ആയിക്കഴിഞ്ഞു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരുമെന്ന് പറയുന്ന കാര്യങ്ങളല്ല. ഇവിടെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും പല പല ക്രിപ്റ്റോ മേഖലയിലുള്ള കമ്പനികൾ നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും അബദ്ധവശാലാണെങ്കിൽ പോലും അതെല്ലാം ചെന്ന് നമുക്ക് പെടേണ്ടി വന്നിട്ടുണ്ട്. എനിവേ, സെറയെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും വരുമെന്ന് പറയുന്നില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് ഫ്യൂച്ചറിൽ വരുന്ന 200 എക്കോസിസ്റ്റത്തിനെ പറ്റി അല്ല. നമ്മളുടെ മുന്നിൽ കൈവശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെറ വാങ്ങി ഹോൾഡ് ചെയ്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സുകളെ പറ്റിയാണ്.